നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള 2 പേര് ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ എക്സാം റിവ്യൂ, IT എക്സാം റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത PDF നിന്ന് കുറേയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട PDF നിന്ന്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അവരുടെ അവരുടെ റിവ്യൂ, SSLC IT ഇന്നത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ കേൾക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് എക്സാം പാടായിരുന്നോ എളുപ്പമായിരുന്നോ, നമ്മൾ കൊടുത്ത PDF നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നോ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സാറേ, ഞങ്ങൾക്ക് ഇന്നേനിട്ടോ പരീക്ഷ. പോയപ്പം വലിയ ടഫൊക്കെയാണ് വിചാരിച്ച്, പക്ഷേ സിസ്റ്റം അങ്ങോട്ട് കിട്ടി ഓപ്പൺ ആക്കി വെക്കുമ്പോൾ നല്ല സിമ്പിളായിരുന്നു സാറേ. മോഡലിൽ വന്ന് അതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വന്ന് പബ്ലിക്കിലും, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. IT ക്വസ്റ്റ്യനിൽ കാര്യമായിട്ട് ചോദിച്ചത് തിയറി ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസൊക്കെ ടഫ് ഉണ്ടായിന്, എന്നാലും ഫസ്റ്റത്തെ വെരി ഷോർട്ട് ആൻസറിലുള്ള കുറേ എണ്ണം സിമ്പിളേനി. പിന്നെ തിയറി പ്രാക്ടിക്കലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഇങ്ക്സ്കേപ്പ് എന്നേനി, ഒരു ക്യാമറ നിർമ്മിക്കാനേനി. പിന്നെ പൈത്തൺ ഒരു ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ സൺ ക്ലോക്ക് ബോംബെത്തെ പകൽ വരുന്ന രീതിക്ക് അതിനെ ക്രമീകരിക്കാൻ പറഞ്ഞിനി. അത്ര ക്വസ്റ്റ്യൻസൊക്കെ വന്നിനി, എന്നാലും സിമ്പിളാണ് പരീക്ഷ. തിയറിൻ്റെ സാറ് ഒരു PDF ഇട്ടില്ലേ ഗ്രൂപ്പിൽ. ആ PDF ഞാൻ പോകാൻ നേരത്തെ നോക്കിയിട്ടുള്ളൂ, പക്ഷേ ആ PDF ഉള്ള പകുതിയോളം ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിനി. എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രാക്ടിക്കൽ സെഷനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. നല്ല പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് വീഡിയോസോ അങ്ങനെയൊക്കെ കണ്ട് ഹെൽപ്പോടെ തന്നെയാണ് പോയത്. തിയറിൻ്റെത് കുറച്ച് ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ PDF ഒക്കെ വിട്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതെൻ്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ അങ്ങോട്ട് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗം കുറച്ചും കൂടെ സിമ്പിളാക്കായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വൈഡായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ടീച്ചർ വിട്ടുന്ന ആ ഒരു PDFും പിന്നെ മറ്റ് നോട്ട്സൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും ടോട്ടലി കുഴപ്പമില്ലായിരുന്നു, സിമ്പിളായിരുന്നു.